വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഏകദേശം 21 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു HODയുടെ യാത്രയയപ്പിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. വാസാറിന് ശേഷം വന്ന HODമാരിൽ ഭൂരിഭാഗം പേരും പ്രൊമോഷനായി പോവുകയായിരുന്നു. ദേവരാജൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രൊമോഷൻ, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും വേണ്ടാന്ന് വെക്കുകയാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനുഭവം അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിലിരിക്കാൻ അങ്ങനെ നല്ല ആൾക്കാർക്ക് പറ്റില്ല. അത് കുറച്ചൊരു ഡൈനാമിക്കായ ക്യാരക്ടർ വേണം. കുറേയൊക്കെ കള്ളം പറയണം, കുറേയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരേ റെയിലിലൂടെ പോകുന്ന വളരെ കൃത്യമായ പോളിസി ഉള്ള ഒരാൾക്ക് സാധിക്കാത്തൊരു തസ്തിക ആയതുകൊണ്ടാവണം സാറ് വൈസ് പ്രിൻസിപ്പളായിട്ടെന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിരുന്നു. ഇവിടെ ദേവരാഗം ഇതുപോലെ ഭക്തിസാന്ദ്രതമായ ഒരു സംഗീതത്തിൻ്റെ രാഗമൊന്നുമല്ല. റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് ഇത് ദേവരാഗമല്ല, സത്യത്തിൽ ഒരു രാജയുഗത്തിൻ്റെ അവസാനമാണ്. PGസിൻ്റെ ഒരു അലുമിനി മീറ്റ് ഇവിടെ നടക്കുമ്പോൾ ഞാൻ 2000ങ്ങളുടെ തുടക്കം, എന്തായാലും ആ പൂർവ്വ വിദ്യാർത്ഥി ഇവിടെ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായി പറയാം. അദ്ദേഹം PGക്ക് പഠിക്കുന്ന കാലത്തുള്ള സ്ഥിതി അറിയാമല്ലോ. എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയാൽ പിന്നെ ഫയറിംഗ് ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം ചെറുതായിട്ട് പ്രശ്നം പറ്റി, അബദ്ധം പുള്ളിക്ക് പറ്റി എന്നുള്ളത് ഉറപ്പാണ്. പ്രശ്നം പറ്റിയതിന് ശേഷം കക്ഷി ഇത് തീർക്കാൻ രാത്രി തന്നെ രാജൻ സാറിനെ വിളിക്കുന്നു. അപ്പോൾ രാജൻ സാർ അതൊരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക ടാക്ടിക്സിൽ കൈകാര്യം ചെയ്തിട്ട്, നീ ദേവരാജനോട് പറഞ്ഞാൽ ഇത് തീരുമെന്ന് പറഞ്ഞു. പുള്ളി ദേവരാജൻ സാറിനോട് പറയുന്നു, സാറ് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ കേട്ട് സാറിന് മനസ്സിലായി ഇവൻ അബദ്ധം ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞു, നീ ചളിയിലിറങ്ങി, ഇനി നോക്കണ്ട, മൊത്തം ദേഹത്ത് പുരട്ടിക്കോ, കയറിക്കോ. ഇത് കേട്ട കക്ഷി എന്നോട് പറഞ്ഞു, ഇത് 2 രാജനെ ഞാൻ കണ്ടു, ഒരു വെറും രാജനെയും വേറൊരു ദേവരാജനെയും. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക, അടുത്ത രാജനെ കാണാം. അപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായി രാജേന്ദ്ര സാർ സ്ഥലത്തുണ്ട്, അത് ഇന്ദ്രനാണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത്ര എളുപ്പം പ്രതീക്ഷിക്കേണ്ട, പക്ഷേ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല. അവിടെ ചെന്ന കക്ഷി കുടുങ്ങി. കാരണം ഇതൊക്കെ വളരെ സാവധാനമായിരുന്നു. മറ്റൊരു ഒറ്റ പൊട്ടിത്തരാ, നീ പോടാ, നീ തോന്നിയാസം കാണിച്ചിട്ട് ഞാനെന്ത് ചെയ്യണം? അങ്ങനെ കക്ഷി ആകെ വേർത്ത് കുളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഒരു രാജനല്ലാത്ത ഒരാൾ ഏറ്റവും മുകളിലുണ്ടല്ലോ, കാരണം വാസു സാറ്, അത് കുറച്ച് മൈൽഡാണ്, നിങ്ങൾ മെല്ലെ അങ്ങോട്ട് കയറിക്കോ. അപ്പം ഞങ്ങൾ രണ്ടും കൂടി രാത്രി ഡ്യൂട്ടി എടുത്താണ് ഒന്നിച്ച് സീറ്റിയിൽ, പഴയ സീറ്റിയാണ്, ഉള്ള സിംഗിൾ സ്ലൈസ് സീറ്റി. കക്ഷി അല്പം സൗമ്യതയോടുകൂടി രാവിലെ തന്നെ വാസു സാറിനെ കണ്ടു. വാസാറിനെ കണ്ടപ്പം പോയ ആളല്ല തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടോ വാസാറിൻ്റെ മൂഡ് ശരിയില്ലാത്തതുകൊണ്ടും ഇവൻ ചെയ്ത പണിയുടെ പ്രത്യേകത കൊണ്ടും വാസു സാർ അതിനേക്കാൾ ചൂടായി. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മോ, അത് നാഗരാജനാണ് വാസുകി. ഇത് അങ്ങനെ വിവിധ തരം രാജന്മാരുടെ ഒരു യുഗം എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും നമ്മുടെ അലുമിനീസിൻ്റെ ഒരു വലിയ സംഘം, പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് പേരെങ്കിലും കാണാൻ സാധിച്ചു. എന്നാലും ഈ പരിപാടിയിൽ എത്തുമ്പോൾ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായി ഞാൻ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് നിങ്ങളേവരെയും റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന റേഡിയോളജിയിലെ ഒരുപാട് ദ്രോണാചാര്യന്മാർ നമ്മൾ രാവിലെയൊക്കെ കണ്ടു. ശങ്കരൻ നായർ സാറും വാസാറും ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവരൊക്കെ ചില തിരക്കുകൾ കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനല്ലെങ്കിലും കോഴിക്കോടിൻ്റെ ഹൃദയം, എല്ലാ കാലത്തും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹൃദയം തൊട്ട എപ്പോഴും നമ്മളോടൊപ്പം വരാറുള്ള, കോഴിക്കോടിനെ ഒരിക്കലും മറക്കാത്ത കപിലമൂർത്തി സാർ ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്. കപിലമൂർത്തി സാർ ഒരു സീനിയർ പേഴ്സൺ എന്നുള്ള നിലയിൽ തന്നെ അധ്യാപകനായും അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം റേഡിയോളജിയിൽ ഒരാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കപിലമൂർത്തി സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ മുഖ്യ അതിഥിയായ ദേവരാജൻ സാർ വേദിയിലുണ്ട്. ദേവരാജൻ സാറിനെ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നൂറ്റാണ്ടുകളുടെ ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോൾ പുറകിലിരിക്കുന്നത്. എങ്കിലും 1/4 നൂറ്റാണ്ടോളം, ഞാൻ ഈ വർഷങ്ങളിൽ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നൂറ്റാണ്ടിൽ എക്സ്പ്രസ് ചെയ്താലേ ഒരു പക്ഷേ അതിൻ്റെ ഒരു അപ്പീലിംഗ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ 1/4 നൂറ്റാണ്ടിലധികം കാലം സാറുമായി എനിക്ക് ബന്ധമുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് സാർ 1993. അന്നത്തെ ദേവരാജൻ സാറും ഇന്നത്തെ ദേവരാജൻ സാറും തമ്മിൽ, നേരത്തെ വീഡിയോയിൽ ജേക്കബ് പാലപ്പാട്ട് സാർ പറഞ്ഞ പോലെ, എന്താണ് വ്യത്യാസമെന്ന് ഞാനും ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പരിചയപ്പെട്ട കാലത്ത് സാറിന് ഇത്ര പ്രായം ഉണ്ടായിരുന്നില്ല, രണ്ടാമത് പ്രമേഹം ഉണ്ടായിരുന്നില്ല. ബാക്കി പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്കും തോന്നിയിട്ടില്ല. എന്തായാലും ഇതുപോലൊരു ചടങ്ങ്, ഒരു മുഴുവൻ ദിവസ യാത്രയയപ്പ് യോഗം ഈ നിള ഓഡിറ്റോറിയം തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ഇത് ബുക്ക് ചെയ്യാൻ പോയപ്പം എന്നോടും ജോൺ സാറിനോടും IMCHൻ്റെ ഒഫീഷ്യൽസൊക്കെ പറയുകയുണ്ടായി. ദേവരാജൻ സാറിനെ ആദരപൂർവ്വം, സന്തോഷപൂർവ്വം, സ്നേഹാദരങ്ങളോടെ
ഞാൻ ഈ ഒരു ഔദ്യോഗിക ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച് നമുക്കൊരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നമ്മുടെ വുഡ് ബി HOD ജോൺ സാറാണ്. ജോൺ സാർ ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനല്ലെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് തന്നെ കോഴിക്കോടുകാരനായി മാറി. ദേവരായ സാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചളിയിൽ ചങ്ങാതി ചാടി ഇനി കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്, മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ജോൺ സാർ, എനിക്കൊന്ന് ജോൺ സാർ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനും ഇതുപോലെ ഒരു കുറച്ച് വലിയ പരിപാടിയാക്കി മാറ്റണമെന്നൊക്കെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജയുഗം അവസാനിക്കുന്നെങ്കിലും ഇനിയുള്ള യുഗം അതിനേക്കാൾ നല്ല യുഗമാണ് വരുന്നത്. കാരണം ഇവരൊക്കെ നമുക്ക് നൽകിപ്പോകുന്ന ഒരു വലിയൊരു കുറേ ക്രെഡിറ്റുകളുണ്ട്. ഇപ്പോൾ ദേവരായൻ സാറിനെ എന്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നു, അല്ലെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു കാര്യം ഉറപ്പാണ്. നമ്മൾ ഏത് മേഖലയിലായാലും ആ മേഖലയിൽ കോമ്പിറ്റൻ്റ് ആണെങ്കിൽ, അക്കാഡമിക്കലി കോമ്പിറ്റൻ്റ് ആണെങ്കിൽ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രംഗത്തോ നമുക്ക് ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പോലും അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മുടെ മേഖലയെ കാണിച്ചു കൊടുത്ത അപൂർവ വ്യക്തിയാണ് ദേവരായൻ സാർ. അപ്പോൾ അതുകൊണ്ട് ദേവരായൻ സാറിൻ്റെ ഒരു പിൻഗാമി ആവുക എന്ന് പറഞ്ഞാൽ ജോൺ സാറിന് ഒരു വലിയ ടാസ്ക്കാണ്. എന്നാലും ഈ ഒരു മേഖലയ്ക്ക് ഏറ്റെടുക്കുകയും ആ ഒരു ഏറ്റെടുക്കൽ ചടങ്ങ് തന്നെ അതീവ ഭംഗിയായി നടത്തിക്കൊണ്ട് അദ്ദേഹം തുടക്കം തന്നെ വളരെ നന്നാക്കിക്കൊണ്ട് നമ്മളോടൊപ്പം നിന്നാണ്. ഏതായാലും ജോൺ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റീസായ ഡോക്ടർ നൗഫൽ പെരുമ്പലത്ത് നമ്മളോടൊപ്പം കുറേ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പിന്നീട് വയനാട് മെഡിക്കൽ കോളേജിലേക്ക് ഒരല്പം വനവാസത്തിന് പോയിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ നൗഫൽ സാർ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം. നൗഫൽ സാറിൻ്റെ സാന്നിധ്യം ഈ വേദിയിലുള്ളത് എന്തുകൊണ്ടും വലിയ അനുഗ്രഹം തന്നെയായി ഞാൻ കാണുന്നു. നൗഫൽ സാറിനെ റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2 ഫാക്കൽറ്റീസ്, അത് വലിയ ഭാരങ്ങൾ, നൗഫൽ സാർ, ജുവൈന മാഡം, സാനിത മാഡം പോലെയൊക്കെയുള്ള ആൾക്കാർ വലിയ ഭാരങ്ങൾ വളരെ പെട്ടെന്ന് തലയിൽ ഏറ്റെടുക്കേണ്ടി വന്ന 2 പേരാണ് ഡോക്ടർ സരിനും ഡോക്ടർ നേഹയും. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും ഡോക്ടർ സരിനെയും ഒപ്പം ഡോക്ടർ നേഹയെയും ഈ ചടങ്ങിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് ഒരു ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന നിലയിൽ ഞാൻ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. റേഡിയോഗ്രാഫർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒട്ടേറെ സീനിയേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ വേദിയിലേക്ക് കയറി വന്നിരിക്കാൻ എപ്പോഴും യുവതലമുറയ്ക്ക് ഉണ്ടാകുന്നൊരു താല്പര്യവും ധൈര്യവും വളരെ വലുതാണ്. അത് പ്രത്യേകിച്ച് നവാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമൊന്നുമല്ല. നവാസ് എപ്പോൾ വിളിച്ചാലും എവിടെ വെച്ചാലും കാര്യം പറയാൻ നവാസിനറിയാം. അതുകൊണ്ട് നവാസിനെ തന്നെ സെലക്ട് ചെയ്താണ് നമ്മൾ. എന്തായാലും വേദിയിൽ നവാസും എത്തിയിട്ടുണ്ട്. നവാസിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലപ്പോഴായി ഈ പരിപാടിയുടെ സംഘാടന വേള, കാരണം ഇതൊരു പരിപാടി നടത്തൽ ഈ സ്റ്റേജിൽ എത്തിക്കാണാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവരലും സംഘടിപ്പിക്കലും ഒക്കെ വളരെ പ്രയാസമാണ്. ഇന്നലെ ജോൺ സാർ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും രാത്രി നന്നായി ഉറങ്ങുന്നുണ്ട്, 5 ദിവസമായി ഞാൻ ഉറങ്ങുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ ഇത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? ഒരു ദിവസം കൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് വീഡിയോയുടെ ഇൻപുട്ട് കിട്ടാൻ വളരെ എളുപ്പമായി. ഞാൻ 3-4 ചോദ്യം മാത്രം എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്ന കുറേ പ്രൊഫസർമാരോട് പേഴ്സണലി മെസ്സേജ് അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ചോദ്യത്തിന് ഉത്തരം വീഡിയോയായി വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ അല്ലാതെ തന്നെ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാനൊക്കെ ഒരു ടെക്നിക്കൽ ടീം, അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു ടെക്നിക്കൽ ടീമിൻ്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിന്ന പ്രിയപ്പെട്ട ജയാഴ്സ്, എസ്ആഴ്സ്, നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ, മറ്റ് സുഹൃത്തുക്കൾ, ഇതിന് എല്ലാവിധ സപ്പോർട്ട് നൽകിയ ബാക്കി എല്ലാവരെയും, ഒപ്പം ഫോട്ടോ, വീഡിയോ, മറ്റ് സാങ്കേതിക സംഭവങ്ങൾ, ശബ്ദവിന്യാസങ്ങൾ, ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി സഹായിച്ച പ്രിയപ്പെട്ട ഗിരീഷേട്ടൻ, എല്ലാവരെയും, നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് IMCH, ICD തുടങ്ങിയ സ്ഥാപനങ്ങളിലെയും ഒക്കെ റേഡിയോഗ്രാഫർ സുഹൃത്തുക്കളും മറ്റ് ജീവനക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരെയും ഹൃദയപൂർവ്വം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.